ലൂക്ക, നീ എന്താ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞു? കാര്യമുണ്ട് ദേവ, എനിക്ക് ട്രാൻസ്ഫറായി നിന്റെ നാട്ടിലോട്ടാണ്. പക്ഷെ പ്രശ്നം അതല്ല, എൽസ. അവൾ ഈ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് സെറ്റായി. അവൾ ഈ മാറ്റത്തെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. അവളുടെ ചികിത്സ രീതികൾ എല്ലാം മാറും. ഓർത്തിട്ട് എനിക്കൊരു എത്തുപിടിയും കിട്ടുന്നില്ല. ലൂക്കയുടെ പിരിമുറുക്കം മുഖത്ത് വ്യക്തമായിരുന്നു. നീ ടെൻഷൻ ആവില്ലടാ, നാട്ടിലേക്കല്ലേ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ചികിത്സക്കുള്ള ഒരുക്കാൻ ഞാൻ ദശുവിനോട് പറയാം. പിന്നെ താമസം വീട്ടിലാക്കാം. അമ്മയും പിള്ളേരും എൽസമോളെ പൊന്നുപോലെ നോക്കും. എന്തുകൊണ്ട് എല്ലാം നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഈ മാറ്റം നല്ലതിനാണെങ്കിലോ? ദേവൻ ലൂക്കയുടെ എല്ലാ പരിഭ്രാന്തിക്കുമുള്ള മറുപടി നൽകി കഴിഞ്ഞു. ബട്ട് വി ഹാവ് എ ഹാപ്പി ന്യൂസ് ദേവ. ഇത് നിന്നോട് നേരിട്ട് പറയാനാണ് ഇങ്ങോട്ട് വിളിപ്പിച്ച്. നിന്റെ മുഖത്തെ സന്തോഷം എനിക്ക് നേരിട്ട് കാണണം. ലൂക്കയുടെ മുഖത്തെ സന്തോഷം ദേവനിലേക്കും പടർന്നു. എന്താടാ സസ്പെൻസുള്ള കാര്യം പറ. നമ്മൾ ആഗ്രഹിച്ച പോലെ, നീ ആഗ്രഹിച്ച പോലെ ഇനി ദേവുട്ടിയുടെ കേസ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ആരാണെന്ന് അറിയണ്ടേ? ലൂക്ക, നീ പറഞ്ഞിരുന്നത് ആണോ? യെസ്. കള്ളന്മാർ മുതൽ കൊള്ളക്കാർ വരെ, ഹയർ റാങ്ക് ഓഫീസേഴ്സ് മുതൽ മന്ത്രിമാരുടെ വരെ മുട്ടിടിക്കും അവൻ്റെ ഒരു നോട്ടത്തിന് മുമ്പിൽ. കള്ളന്മാരും കള്ളക്കടത്തും പെൺവാണിഭവും കൊണ്ട് സമ്പന്നമായ വാളേറെന്ന ഡേറ്റി സിറ്റി ഒരു രാത്രി കൊണ്ട് പൊളിച്ചു പണിഞ്ഞ പോലീസ് അധികാരികൾക്ക് കണ്ണിലെ കൃഷ്ണമണി പോലെ വിശ്വസിക്കാനും ശത്രുക്കൾക്ക് കണ്ണിലെ കരടുമായി മാറിയ ഒരു നട്ടയിലുള്ള പുലിക്കുട്ടി ഈ സിറ്റി ഭരിക്കുന്ന ദ യങ് ആൻഡ് ടാലന്റ് IPS ഓഫീസർ ദേവാനന്ദ് IPS ആണ് ഇനി കേസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഇനി നിന്റെ ദേവുട്ടിയുടെ തിരോധാനം നീ അന്വേഷിക്കും. നിയമത്തിൻ്റെ എല്ലാ സഹായത്തോടു കൂടി. നീ എന്തിനു വേണ്ടി നാടുവിട്ടോ, ആർക്ക് വേണ്ടി പദവിയിലെത്തിയോ, എന്തിനു വേണ്ടി പ്രയത്നിച്ചോ, അത് നിന്റെ കയ്യിലെത്തി ദേവ. നിന്റെ ലീവ് തീർന്ന നിനക്ക് ജോയിൻ ചെയ്യാം. കേട്ടറിഞ്ഞ വാർത്തയുടെ സന്തോഷത്തിൽ ദേവ ലൂക്കയെ ഇറുകിയപ്പോഴൊന്നു. 3 വർഷത്തെ കാത്തിരിപ്പ്, നമ്മുടെ പ്രയത്നത്തിൻ്റെ ഫലം. ഏത് അധികാരികളാണോ നമുക്ക് നീതി നിഷേധിച്ചത്, ഇന്ന് അവരുടെ സ്ഥാനത്ത് നമ്മൾ എത്തിയെട്ടി. അന്ന് ആ പോലീസ് അധികാരികൾ നീതിയുക്തമായി പെരുമാറിയെന്നെങ്കിൽ ഇന്നു ദൈവം നമ്മളിലൊരാളായി ഉണ്ടായിരുന്നേനെ. മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഒരുപാട് അലഞ്ഞു അവൾക്കായി. എന്നാൽ ഇന്ന് അധികാരത്തോടെ പോലീസ് സേനയുടെ സർവ്വസന്നാഹത്തോടു കൂടി നമ്മൾ ഇറങ്ങുന്നു നമ്മുടെ ദേവുവിനായി. നാട്ടിലെ തെമ്മാടി ഊരുതണ്ടിയായിട്ട് മുദ്രകുത്തിയിട്ടും അച്ഛൻ അപമാനിതനാക്കിയിട്ടും ഒന്നും തുറന്നു പറയാതിരുന്നു ഇത് നേടിയെടുക്കുക എന്ന ലക്ഷ്യം കൊണ്ടായിരുന്നു. ദേവുവിനെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് എനിക്ക് പറയണം അച്ഛനോട്, ചിറക്കൽ ദേവനാരായണൻ വളർത്തിയ മക്കളൊന്നും നശിച്ചു പോയിട്ടില്ലെന്ന്. അച്ഛൻ്റെ ഈ മകൻ ഊരുതണ്ടി നടക്കുന്ന തെമ്മാടി അല്ലെന്ന് അന്നറിഞ്ഞാൽ മതി എല്ലാവരും. അതുവരെ ഈ ലോറി ഡ്രൈവർ വേഷം അങ്ങനെ തന്നെ തുടരട്ടെ. വാത്തോരാ ദേവൻ പറയുന്ന കേട്ട് സന്തോഷത്തോടെ ലൂക്ക ദേവനെ ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി എൽസ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നിങ്ങൾ തമ്മിൽ ലവാണോ? മുഖത്തും വസ്ത്രത്തിലുമെല്ലാം മിഠായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു കയ്യിൽ മിഠായി കവറും മറുകൈയിൽ വിരലുകൾ നുണയുകയുമാണ് എൽസ. എൽസയുടെ ശബ്ദവും ചോദ്യം കേട്ട് ദേവന് ലൂക്കയെ അകന്നു മാറി. അതെന്താ എൽസ മോളെ അങ്ങനെ ചോദിച്ചേ? അവളുടെ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാവാതെ ദേവൻ ചോദിച്ചു. അതില്ലേ ദേവേട്ട, ഈ ലൂക്ക പറഞ്ഞിട്ടുണ്ടല്ലോ ലൂക്കക്ക് എന്നോട് ലവായോണ്ടാണ് എന്നെ കെട്ടിപ്പിടിക്കുന്നതെന്ന്. അപ്പൊ ലൂക്കക്ക് ദേവേട്ടനോട് ലവാണോ? നിഷ്കളങ്കമായുള്ള എൽസയുടെ ചോദ്യത്തിന് ദേവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. നോക്കി ലൂക്ക, ദേവേട്ടൻ ചിരിച്ചെന്ന് കാണാൻ എന്ത് രസാ. കൈകൊട്ടി തുള്ളിച്ചാടുവാണ് എൽസ. അതിൽ രസമുണ്ട് നിന്റെ ഈ വേഷം കാണാൻ. നിന്നെ ഞാനിപ്പോൾ കുളിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ, നടക്കാത്തേക്ക്. പാവം ലൂക്കയുടെ ഒരു കഷ്ടപ്പാട്. ദേവൻ അവരൊരു ചിരിയോടെ നോക്കി നിന്നു. ലൂക്ക എൽസയുമായി മുറിയിൽ കയറി കഥ കടച്ചു. എന്നെ വഴക്ക് പറയില്ലേ ലൂക്ക, ഞാൻ മിഠായി കഴിച്ചതാ. ലൂക്കക്ക് തരാത്തതിന്റെ ദേഷ്യമാണോ? ലൂക്ക കയ്യിലെ മിഠായി തുടച്ച് നീക്കുമ്പോൾ എൽസ പറഞ്ഞു. ആണെങ്കിൽ ഇനിയില്ലല്ലോ, ലൂക്കക്ക് തരാതെ ഒറ്റയ്ക്ക് കഴിച്ചില്ലേ കളിപ്പാറു നീ. പറയുന്ന കൂട്ടത്തിൽ എൽസയുടെ ടോപ്പ് ലൂക്ക അഴിച്ചു മാറി. ശേഷം അതുകൊണ്ട് മേലെല്ലാം തുടച്ചു കൊടുത്തു. നാളെ വാങ്ങിത്തരാൻ പറയാട്ടെ ദേവീട്ടിനോട്. എൽസക്ക് 4 ലൂക്കക്ക് 1, ഓക്കെ? അവൾ പറയുന്നതായിട്ട് ലൂക്ക ചിരിച്ചു. എൽസ ഈ നേരം കൊണ്ട് ചുണ്ടിൽ പറ്റിയിരുന്ന മിഠായി നുണയാൻ നോക്കുവാണ്. നാവുകൊണ്ട് അതിരത്തെ നുണയുകയാണ്. ആ കാഴ്ച കാണുന്തോറും ലൂക്കക്ക് വാത്സല്യത്തിൽ കവിഞ്ഞ എന്തെല്ലാമോ വികാരങ്ങൾ അവളിൽ തോന്നി തുടങ്ങിയിരുന്നു. നഗ്നമായ ഇടുപ്പിൽ ലൂക്കയുടെ വിരലുകൾ തഴുകി തുടങ്ങി. ആദരങ്ങൾ അതിൻ്റെ ഇണയെ തഴുകാനായി കൊതിക്കുന്നു. ലൂക്ക മുഖം എൽസയിലേക്ക് അടുപ്പിച്ചു. കീഴ്ച്ചുള്ളിലൊരു കോണിലായി പറ്റിയിരുന്ന മിഠായി അവൻ്റെ അധരങ്ങൾ കൊണ്ട് നുണഞ്ഞെടുത്തു. ഇടുപ്പിൽ വിരലുകൾ മുറുകി. എൽസ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവനിലേക്ക് ഒതുങ്ങി. അവളുടെ അധരത്തിൽ പറ്റിയിരുന്ന മിഠായി വളരെ പതിയെ നുണഞ്ഞെടുക്കുകയാണ് ലൂക്ക. ഒടുവിൽ മിഠായിൽ കുതിർന്ന അധരം ശൂന്യമായപ്പോൾ ലൂക്ക അവളിൽ നടന്നു മാറി. എന്നാൽ വിങ്ങിപ്പൊട്ടൻ പാകത്തിന് മുഖം വീർപ്പിച്ചിരിക്കുകയാണ് എൽസ. പോ, ലൂക്കയോട് ഞാൻ മിണ്ടില്ല. ഞാൻ ദേവേട്ടിനോട് പറഞ്ഞു കൊടുക്കും, എന്നെ മിഠായി കഴിച്ചില്ലേ, പോ, മിണ്ടൂല. അത്രയും പറഞ്ഞുകൊണ്ട് ലൂക്കയെ തള്ളി മാറ്റി ആ അർത്ഥനഗ്നമായ വേഷത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന എൽസയെ കുറുമ്പ് നിറഞ്ഞൊരു ചിരിയോടെ ലൂക്ക തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. അവളെ നെഞ്ചിലേക്ക് ഇടത്തിക്കൊണ്ട് നെറ്റി തടത്തിൽ നനുത്തൊരു ചുംബനം ലൂക്ക അവൾക്കായി സമ്മാനിച്ചു.
എത്ര തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഈ ദേവേട്ടന് പോവാൻ കണ്ട ദിവസം ദേവനോർത്ത് കിടക്കുവാണ് ഭദ്ര. എന്നാൽ മറിച്ചല്ല ദേവന്റെ അവസ്ഥ. എന്നാൽ അവൻ്റെ ഓർമ്മകൾ നിറഞ്ഞെന്ന് ദേവൂട്ടിയായിരുന്നു. എവിടെയാണ് പെണ്ണേ നീ? അടുക്കുംതോറും എന്നിൽ നിന്ന് അകന്നു പോകുന്നത് എന്തിനാണ് നീ? നിന്നിലേക്കുള്ള യാത്ര അവസാനിക്കുന്നില്ല. ആ യാത്രയിൽ ഒരു സഹയാത്രിക കൂടി. ബഹുമാനമാണ്, ഇഷ്ടമാണ് ഭദ്ര എന്ന നർത്തകിയോട്, ഭദ്ര എന്ന പെണ്ണിനോട്, ഭദ്ര എന്ന എൻ്റെ കൂട്ടുകാരിയോട്. നിന്നിലേക്കുള്ള എൻ്റെ യാത്രയിൽ ഇനി അവളുമുണ്ടാവും. എന്നാൽ ആ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയുന്നില്ല. വല്ലാത്തൊരു കാന്താരിയാണ്. ആ എരിയുന്ന അഗ്നി ഞാൻ ആ കണ്ണുകളിൽ കാണുന്നു. ആ കണ്ണുകൾ എന്നോട് ഒരുപാട് കഥകൾ പറയുന്നു. ആ ഇടനെഞ്ച് പിടക്കുമ്പോൾ എനിക്ക് നോവുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. ആരാണ് അവളെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി തരാൻ കഴിയുന്നില്ല. നിന്നോളം ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. എന്നാൽ നിനക്കായുള്ള യാത്രയിൽ ഭദ്രയും കൂടെ വേണമെന്നൊരു മോഹം. അവൾ കൂടെയുണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാമെന്നൊരു ആത്മവിശ്വാസം. തളർന്നു പോയാൽ താങ്ങാൻ ആ കൈകൾ ഉണ്ടാവുമെന്നൊരു തോന്നൽ. ആരോടുന്നില്ലാതെ ബാൽക്കണിയിലെ കസേരയിൽ നിന്നോട് ദേവൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ സെൻഡിയാവിലെ മനുഷ്യ. കിച്ചൂട്ടൻ നന്നാൻ വേണ്ടി പറഞ്ഞല്ലേ, അങ്ങനെ തന്നെ നടക്കട്ടെ. അല്ല, ഒരു സംശയം, കിച്ചൂട്ടൻ കറിഞ്ഞീരാണോ ഈ വിഷമം, അതോ കിച്ചൂട്ടൻ നന്നായിരുന്ന വിഷമാണോ? കിച്ചുവിനോർത്ത് വിഷമിക്കുന്ന രുദ്രനെ സൈക്കോളജിക്കലി ആശ്വസിപ്പിക്കാനും നന്ദൂട്ടി. മണിക്കൂറൊന്നായി ഈ ഫോൺ സംഭാഷണം തുടങ്ങിയിട്ട്. എന്നിരുന്നാലും രുദ്രന്റെ വിഷമം വിട്ടുമാറുന്നില്ല. നന്ദൂട്ടി, നിന്റെ ഈ മറ്റേത് ചളിയേക്കാളുള്ള മൂടല്ല ഞാൻ. എൻ്റെ ചെക്കൻ കരഞ്ഞു കൊടുത്ത് എനിക്ക് സഹിക്കുന്നില്ല. എന്നാൽ നന്നായി പോയി. നിങ്ങൾ പോയി കിച്ചുവിനെയും കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ നോക്കും. എനിക്ക് മടുത്തു. എത്ര തവണെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുക, എനിക്ക് ഉറക്കം വരുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ആ സച്ചിൻ്റെ ശല്യം സഹിക്കാൻ വയ്യ. ഒന്നിൽ നാളെ കോളേജിൽ വന്ന ആ പ്രശ്നം എന്നേക്കായിട്ട് തീർത്തിരിക്കുക. ഇല്ലേ പ്രശ്നം ഞാൻ തീർത്തോളാം. പ്രിൻസിപ്പാളെ കാണാൻ നാളെ ഏട്ടനായിട്ട് കോളേജിൽ വരിക. ഒറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് നന്ദൂട്ടി കോൾ അവസാനിപ്പിച്ചു. വാഴത്തോപ്പിലൂടെ ഒരു നീൽ രൂപം എങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞിടക്കുന്നു. ആ രൂപം ജനൽപ്പാളി ലക്ഷ്യമാക്കി നീങ്ങി. ആഞ്ഞു കിടക്കുന്ന ജനലിലേക്ക് അയാൾ ആഞ്ഞടിച്ചു. ഘോരമായ ശബ്ദത്തിൽ അവൻ ഞെട്ടിയുണർന്നു. വീണ്ടും ആ ശബ്ദം ഉയർന്നു. മനസ്സിലേക്ക് ഭയമെന്ന വികാരം സ്ഥാനമുറപ്പിച്ചു. ആരാ? ഇടറിയ ശബ്ദത്തിൽ അവൻ ചോദിച്ചു. എന്നാൽ മറുപടി ഉണ്ടായില്ല. ആരാന്ന് ചോദിച്ച്? എങ്ങും നിശബ്ദത. അവൻ പതിയെ ജനലിന്റെ കൊളുത്തു മാറ്റി പുറത്തേക്ക് തള്ളി. അയ്യോ അമ്മയെന്ന ഒച്ച മാത്രം. ഇത് കേട്ട് ജനൽ തുറക്കാമെന്ന കിച്ചു കീറി പൊളിച്ചു. അയ്യോ പ്രേതം! ഫുഡില്ലാത്ത പ്രേതം! ഓടിവായോ! ഇവൻ ഇത് എന്ത് തേങ്ങയായി പറയുന്നോർത്ത് ജനൽ തുറന്നപ്പോൾ തെറിച്ചു വീണ ജസ്റ്റി പൊടി തട്ടി എഴുന്നേൽക്കുവാണ്. എടാ, ഇത് ഞാനാടാ എന്നും പറഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ തലക്ക് മുകളിലെ ചപ്പും ചാവും ജസ്റ്റ് ശ്രദ്ധിച്ചിരുന്നില്ല. കൂടെ തലയുടെ പുതച്ച് തോർത്തെന്ന് കരുതി കയ്യിലെടുത്തൊരു പഴയ ചാക്കും. അയ്യോ അമ്മ, ചാക്ക് മാപ്പിള വരുന്നേ, എന്നെ കൊണ്ടുപോവാൻ പോ സാത്താനെ. അച്ഛന്റെ തിരുവസ്ത്രം ഞാൻ ഇട്ടേക്കുന്നേ, എന്നെ തൊട്ടാ നീ തട്ടിപ്പോവും. ദേവി, ഇതിന്റെ തലയിൽ കളിമണ്ണാണ്. എടാ തെണ്ടി, ഇത് ഞാനാടാ ജസ്റ്റി. കാരമാടാ, കീറി പൊളിക്കണ്ട. അവരുടെ ചാക്ക് മാപ്പിള വന്ന് കഥ ഓർക്കടാ പന്നി. മനുഷ്യന്റെ നാട്ടു ഒടിഞ്ഞു. അത്രയും പറഞ്ഞുകൊണ്ട് ജസ്റ്റി വീണ്ടും മുൻവശത്തേക്ക് നടന്നു. ഇതേ സമയം ഒരു ഇളിയും പാസാക്കി തിരുവസ്ത്രവും മടക്കി കുത്തി കിച്ചു കഥക് തുറന്ന് പുറത്തേക്കും. എന്നാൽ ഇതിനിടയിൽ മറ്റൊരുത്തൻ കൂടെ കയറി വരുന്നു അവരാരും കണക്കിലെടുത്തില്ല. എത്ര ശ്രമിച്ചിട്ടും കിച്ചുവിന്റെ കലങ്ങിയ കണ്ണുകളും ഇടറിയ ശബ്ദവുമാണ് മനസ്സിൽ തെളിയുന്നത്. അടികൊണ്ട് പപ്പടം പോലെ പൊടിഞ്ഞിട്ട് പോലും കിച്ചു കരഞ്ഞിട്ടില്ല. എന്നാൽ ഇന്നത്തെ സംഭവം വിഷയം ചെറുതാണെങ്കിലും ആഘാതം വലുതായിരുന്നു. ഇതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കിച്ചുവിന്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ രുദ്രന്റെ ചിന്തകളാണ്. വീട് മുമ്പിലെത്തിയപ്പോൾ സ്റ്റെപ്പ് കയറുന്നതിന് പകരം അരബിത്തി ചാടിക്കയറാനൊരു മോഹം. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സൈഡിലൂടെ വന്ന് അരബിത്തി എടുത്തിയാടുന്ന നേരം ഈ പണി എനിക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് ഞൊണ്ടി നമ്മൾ ജസ്റ്റിച്ച മുന്നിൽ വന്ന് നിന്നു. രുദ്രൻ അരബിത്തി എടുത്തൊരു ചാട്ടം. കണ്ണുകൾ ജസ്റ്റിയെ കാണുന്നുണ്ടെങ്കിലും ശരീരത്തെ നിയന്ത്രിക്കാൻ രുദ്രന് കഴിഞ്ഞില്ല. നേരെ ചെന്ന് നടുവ് നോക്കിയൊരു ചവിട്ട്. എന്റെ അമ്മച്ചി എന്ന് വിളിക്കാൻ പോലും ജസ്റ്റിക്ക് നേരം കിട്ടിയില്ല. വീടിന്റെ കഥക് നോക്കി പായുന്നേരം അടുത്ത പണി എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കിച്ചു കഥക് തുറന്നു. അതോടെ പാണ്ടിലോറി പായുന്ന പോലെ ജസ്റ്റി ചെന്ന് വീണ് കിച്ചുവിന്റെ നെഞ്ചത്തേക്ക്. എന്നാൽ ഈ തവണ അമ്മയും അമ്മച്ചിയും എല്ലാ സ്തുതികളും പുറത്തേക്ക് വന്നു. എന്നാൽ ഒട്ടും ചിന്തിക്കാനില്ല. ഇതെല്ലാം ഒപ്പിച്ചു വെച്ച രുദ്രനും ഭൂമിയുടെ മടിത്തടി തന്നെയാണ്. എങ്ങനെയാണെന്നല്ലേ, ചാടി ചാട്ടം നേരെയാണെങ്കിലും കാല് വെച്ചത് രാത്രി കിച്ചു കഴിച്ചിട്ട പഴത്തോലിലായിരുന്നു. അതോടെ സംഭവം കളറായി. എൽസ എഴുന്നേൽക്കുന്ന മുന്നിൽ ദേവന് ലൂക്കി ഉണർന്നു. ദേവ, സസ്പെൻഷൻ കഴിഞ്ഞ് നീന്തലാണ് ലീവ് എടുത്ത് നിൽക്കുന്നത്. ഫീൽ സംതിങ് ഫിഷി? കോഫി സിപ്പ് ചെയ്തുകൊണ്ട് ലൂക്ക് ചോദിച്ചു. ഈ സസ്പെൻഷൻ ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു. വിനായക് അവനെ എൻകൗണ്ടർ ചെയ്യാനുള്ള ഓർഡർ കയ്യിൽ കിട്ടുന്ന മുന്നേ എൻ്റെ തോക്കിലെ ബുള്ളറ്റ് അവൻ്റെ ശിരസിൽ കയറിയുന്നു. ഭദ്രയോട് അവന് തോന്നിയ പ്രണയം, അതാണ് അവൻ പിടിക്കപ്പെടാനുള്ള കാരണം. അവനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അത് അവനിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമായിട്ടാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഒരു ലോറി ഡ്രൈവറുടെ വേഷത്തിൽ അവളെ ഫോളോ ചെയ്ത്. എന്നാൽ വൈകിയാണ് അറിയുന്നത് ഭദ്ര ഞാൻ അത്രയും ബഹുമാനിക്കുന്ന ബാലകൃഷ്ണൻ ഡോക്ടറുടെ മകളാണെന്ന്. ഒരു IPS ഓഫീസറായ എനിക്ക് ഭദ്രയുടെ പുറകെ പോകേണ്ട കാര്യമില്ലെങ്കിൽ പോലും വിനായക് എന്ന കള്ളക്കടത്തുകാരനെ
ആ തേർഡ് റേറ്റ് സെറ്റ് എൻ്റെ കൈകൊണ്ട് തീർക്കണമെന്ന് എൻ്റെ വാശിയായിരുന്നു. അതിന് കാരണമുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും കരുതിയിരുന്ന് വാളയാർ ചെക്ക് പോസ്റ്റ് വഴി അവൻ കടത്തിയിരുന്ന് കൊക്കൈനാണെന്നായിരുന്നു. എന്നാലല്ല, 5 വയസ്സിന് താഴെ പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി വിലപേശി വിൽക്കുക. ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ അമ്മമാർ എനിക്കുമ്പിൽ നിന്ന് കതറിക്കരയുമ്പോൾ അവരിലെല്ലാം ഞാൻ കണ്ടത് എൻ്റെ അമ്മയായിരുന്നു. വീണ്ടും നിന്നെ എൽസയും പോലെ അനാഥരായ കുഞ്ഞുങ്ങൾ ഭൂമിയിൽ ഉണ്ടാവരുത് എന്നായിരുന്നു. അതിനൊപ്പം ബാലകൃഷ്ണൻ ഡോക്ടറുടെ കൈകൂപ്പി നിൽക്കുന്ന രൂപം. കഴിഞ്ഞില്ല അവനെ കൊല്ലാതിരിക്കാൻ. എന്നാൽ അതെൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന കരുതിയില്ല. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നവരിതിങ്ങനെ പോട്ടെ. ലീവ് എടുക്കാതെ വേറെ മാർഗമൊന്നും എൻ്റെ മുമ്പിൽ തെളിയുന്നില്ല. ഓക്കെ, ലീവ് ഓൾ ദാറ്റ്. നൗ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദേവപുത്ര ശ്രീനിവാസൻ. നിന്റെ ഇൻഡ്യൂഷൻസ് എന്താണെങ്കിലും തുറന്നു പറയണം. ഇപ്പം ഞാൻ ദേവൂട്ടി സ്നേഹിച്ച അനന്തുമല്ല, ദേവഭദ്രയുടെ തിരോധാനം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥ മാത്രമാണ്. ഇതുവരെയുള്ള നിന്റെ അന്വേഷണം നിനക്ക് കിട്ടിയ ക്ലൂസ്, റിപ്പോർട്ട്സ് എല്ലാം ദേവൻ്റെ ഓരോ വാക്കുകൾ ഉറച്ചതായിരുന്നു. ഓക്കെ, അന്ന് സംഭവിച്ചത് എന്താണെന്ന് അറിയെങ്കിൽ ആസ്വീനോ ഒന്നുകിൽ എൽസ നോർമലാണ്, ഇല്ലെങ്കിൽ ദേവൂട്ടി പറഞ്ഞിരിക്കുന്ന കുഞ്ഞെന്ന വ്യക്തി മറന്നീക്ക് പുറത്തു വരണം. ഇത് രണ്ടിലേതിലൊന്നും സംഭവിക്കാതെ നമുക്ക് ദേവുവിൻ്റെ കാര്യത്തിൽ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ കഴിയില്ല. പിന്നെ ഇതുവരെയുള്ള എൻ്റെ ഫൈൻഡിങ്സ് ഞാൻ വ്യക്തമാക്കാം. 25 ഡിസംബർ 2017 ക്രിസ്മസ് ആഘോഷത്തിനിടയിലാണ് ദേവും കുഞ്ഞിയും മിസ്സാവുന്നത്. മിസ്സിംഗ് എന്ന് പറയുന്നതിനേക്കാൾ അവർക്ക് അപകടം സംഭവിച്ചിരിക്കണമെന്ന് വേണം പറയാൻ. കാരണം കുഞ്ഞിയും ദേവും അവർ താമസിച്ചിരുന്ന വീട്ടിലെ കേണലും ഭാര്യ സാറയും ഒരു കാറിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അത് എൽസയുമായിട്ട് അവർ ഫോണിലൂടെ പങ്കുവച്ചിരുന്നു. വിളിക്കുന്നതിനിടെ എൽസ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. എന്നാൽ അവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയും ആ അപകടത്തിൽ കേണലും ഭാര്യ സാറയും മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ നീ പറഞ്ഞു വരുന്നു കുഞ്ഞിക്കും ദേവിനും എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്നാണോ? അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ദേവും കുഞ്ഞിയും കാറിലില്ലായിരുന്നു. ഒരുപക്ഷെ എൽസയെ കാണാൻ ഈ പുറത്തിറങ്ങിയതാവും. അതുപോലെ അന്നത്തെ ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ കേണലിൻ്റെയും ഭാര്യയുടെയും പേര് മാത്രമാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അവർ കാറിലില്ലായിരുന്നു എന്നത് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമാണ്. ശരി, അങ്ങനെയാണെങ്കിൽ കേണലിൻ്റെയും ഭാര്യയുടെയും ആക്സിഡന്റ് അറിഞ്ഞ നിമിഷം കുഞ്ഞിയും ദേവും അവരുടെ കൂടെ ഹോസ്പിറ്റലിൽ എത്തേണ്ടതല്ലേ? എന്നാൽ ഹോസ്പിറ്റലിലെ CCTV ദൃശ്യം പരിശോധിക്കുമ്പോൾ അതിലവരുടെ സാന്നിധ്യം കാണുന്നില്ലല്ലോ. അവിടെയാണ് ദേവ ദുരൂഹതകളുടെ തുടക്കം. കഴിഞ്ഞ തവണയും അതിനു മുന്നേ എൽസ വയലൻ്റ് ആയത് ന്യൂസ് ചാനലിൽ ഒരു ആക്സിഡന്റ് കണ്ടപ്പോഴും സിനിമയിൽ ഒരു ആക്സിഡന്റ് സീൻ കണ്ടപ്പോഴുമാണ്. ഇതിനെക്കുറിച്ച് ചികിത്സിക്കുന്ന ഡോക്ടറോട് സൂചിപ്പിച്ചപ്പോൾ എൽസക്കുണ്ടായ ഈ അവസ്ഥയ്ക്ക് ഒരു പക്ഷേ ഒരു ആക്സിഡന്റ് നേരിട്ട് കണ്ടതാവണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ കേണലിനും ഭാര്യയ്ക്കും ആക്സിഡന്റ് സംഭവിച്ച് എൽസ നേരിൽ കണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇതേ സമയം എൽസ മറ്റൊരു ദുരന്തത്തിന് കൂടെ സാക്ഷ്യം വഹിച്ചിരിക്കണം. അത് പറയുമ്പോൾ ലൂക്കയുടെ തല താഴ്ന്നിരുന്നു. ലൂക്ക, എല്ലാ വാതിലുകളും നമുക്ക് മുന്നിൽ ഇപ്പോൾ കൊട്ടിയടച്ചിരിക്കുകയാണ്. ഓരോ വാതിലുമ്പിലും തട്ടി തുറപ്പിക്കണം. അതിന് എൽസ നോർമലാണ്. പക്ഷെ വാട്ട് അബൌട്ട് കുഞ്ഞി? ആരാണവൾ? പേര്, വീട്, മേൽവിലാസം ഒന്നുമില്ലാതെ എങ്ങനെ ഇതുപോലെ നാട്ടിൽ നിൽക്കാൻ കഴിയും? അവിടെയാണ് ദൈവം പോലും അവർക്കൊപ്പം എന്ന് പറയേണ്ടി വരുന്നത്. കേണലിന്റെ വീട് പരിശോധിച്ചപ്പോൾ അവിടെ ദേവിൻ്റെയും കുഞ്ഞിൻ്റെതായിട്ടുള്ള ഒന്നും അവശേഷിക്കുന്നില്ല. അതുകൂടാതെ അവർ നൽകിയ അഡ്രസ്സ് ദേവിൻ്റെതായിരുന്നു. ബ്രാക്കറ്റിൽ സിസ്റ്റേഴ്സ് എന്ന് എഴുതിയിരുന്നു. ആദ്യം എൻ്റെ ചിന്ത പോയത് ദേവൂട്ടിയുടെ സഹോദരിയാവുമ്പോൾ കുഞ്ഞെന്നായിരുന്നു. എന്നാൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ വ്യക്തമായി ദേവു നാടും വീടും വിട്ടുവന്ന ഒരു പെൺകുട്ടിയാണെന്ന്. സോ ദർ ഈസ് നോ ബ്ലഡ് റിലേഷൻ ബിറ്റ്വീൻ കുഞ്ഞ് ആൻഡ് ദേവു. ദെൻ വൈ സിസ്റ്റർ എന്നൊരു വാക്ക് അയക്കുന്തോറും മുറുകുന്നൊരു കേസായി മാറിക്കഴിഞ്ഞ ദേവുവിൻ്റേത്. ഇനിയെല്ലാം നിന്റെ കയ്യിലാണ്. ലൂക്കയുടെ ഫൈനിക്സ് ദേവന്റെ മനസ്സിലെ ഭയം ഇരട്ടിപ്പിച്ചു. എന്നാൽ അവൾക്കൊരു അപകടം സംഭവിച്ച കാലമെന്ന് വിശ്വസിക്കാനാണ് ദേവാനന്ദ IPS ആഗ്രഹിക്കുന്നത്. പെട്ടെന്നുള്ള എൽസയുടെ കടന്നുവരവിൽ അവർക്ക് താൽക്കാലികമായി ചർച്ച നിർത്തിവെക്കേണ്ടി വന്നു. വീണ്ടും സുന്ദരമായ കുറച്ച് നിമിഷങ്ങളിലേക്ക്. കാലത്ത് പുറത്തു പോകാൻ ഒരുങ്ങിയാണ് ദേവനാരായണൻ. അപ്പോഴാണ് രേവതി മുറിയിലേക്ക് വരുന്നത്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. രേവതി അത്രയും ശബ്ദം താഴ്ത്തിയെന്ന് പറഞ്ഞ്. എന്താണ് രേവു എന്നോടൊരു മുഖവുര? അപ്പോൾ വിഷയം ദേവനാവല്ലേ? ആണെങ്കിൽ വേണ്ട, ആ തെമ്മാടിയുടെ ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട. ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുമ്പോൾ അദ്ദേഹം പറഞ്ഞു. മതി, വിഷയം ദേവനല്ല. ഇത്രയും പരിസ്ഥിതിക്ക് പറയുക. ദേവൻ അവൻ ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞ. എത്രയൊക്കെ തള്ളി പറഞ്ഞാൽ നിങ്ങളുടെ ചോരയാണ് അവൻ്റെ ശരീരത്തിൽ ഓടുന്നത്. അതിൻ്റെ അഹങ്കാരം അവൻ കാണിച്ചെന്ന് വരും. മക്കൾ എത്ര വലിയ തെമ്മാടിയായാലും അമ്മക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ. മറ്റാരെക്കാളും എനിക്കറിയാം എൻ്റെ കുഞ്ഞിന്. അവൻ എന്ത് ചെയ്താലും അതിന് പുറകിലൊരു കാരണം ഉണ്ടാവും. അതുകൊണ്ട് കാര്യം അറിയാതെ എൻ്റെ കുഞ്ഞിനെ ക്രൂശിക്കരുത്. പിന്നീട് ഓർത്ത് വിഷമിക്കേണ്ടി വരും. ഞാൻ പറയാൻ വന്ന വിഷയം ദേവനല്ല, ദച്ചുവാ. പറയൂരേ, ആരുടെയും പേര് പറഞ്ഞ് നമ്മൾ തമ്മിലൊരു വഴക്ക് വേണ്ട. ദച്ചുവിനെന്താ കാര്യം പറയേണ്ട രേവമ്മേ? രേവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. വീട് മനുഷ്യ, പിള്ളേർ കണ്ടാൽ മതി, പിന്നെ കളിയാക്കാം. പിന്നെ എത്രയും പെട്ടെന്ന് പഴനിക്ക് പോകണം. നേർന്ന നേർച്ചകൾ നിറവേറ്റണം. കുട്ടികളുടെ വിഷമം കാണാൻ വയ്യ. ഒരു കൃത്രിമ വിഷമം മുഖത്ത് വരുത്തിക്കൊണ്ട് രേവതി പറഞ്ഞു. ദേവനാരായണൻ ഒരു പുഞ്ചിരിയോടെ രേവതിയെ തന്നിലേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. ദേവു, ഞാൻ നിന്നെ ഇന്നൊന്നിനെയും കാണാൻ തുടങ്ങിയതല്ല. അതുകൊണ്ട് ഈ കള്ളക്കണ്ണീരും അടവൊന്നും എൻ്റെ അടുത്ത് വേണ്ട. എന്താണ് പെട്ടെന്ന് ദച്ചുവിനോട് സ്നേഹം? പറയുമ്പോൾ അമ്മാമകൻ സ്നേഹമൊക്കെ ശരിയാ.
പക്ഷേ മക്കൾക്കിട്ട് പണി കൊടുക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എൻ്റെ രേവമ്മക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കാര്യം പറഞ്ഞേ. അദ്ദേഹം പറയുന്ന കേട്ടൊരു വിളിയുടെ രേവതിയമ്മ പറഞ്ഞു തുടങ്ങി. ശരിയാ, ആ ഒരു വിഷമം കണ്ടിട്ടൊന്നല്ല, വേറെ വഴിയൊന്നും മുന്നിൽ തെളിയാത്തോണ്ടാ. ആ പോരട്ടെ പോരട്ടെ. അതിൽ ദേവേട്ട, സത്യത്തിൽ ദച്ചു ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ ദേഷ്യം തോന്നി. 2 കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടും അവൻ അവളെ ഇറക്കിക്കൊണ്ട് വന്നപ്പോൾ പിന്നെ ഓർത്തു നമ്മളെ പോലെയല്ല അവരുമെന്ന്. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിനാണ് ദച്ചിന് വേണ്ടി ഇങ്ങനൊരു പണി കൊടുത്ത്. എന്നാൽ ഇപ്പോൾ ശരിക്കും പണിയിട്ടത് എനിക്കായിപ്പോയി. സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ നെഞ്ചിലെ ചൂടും പറ്റി കിടന്ന് ഞാൻ അവനിട്ടൊരു പണി കൊടുക്കാനായി രൂപമോളുടെ കൂടെ പോയി കിടന്നു. എന്നാൽ ദേവേട്ടനെ അറിയൂ, നേരെ ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്ന്. ആ കൊച്ചി രാത്രിയായ ചെന്നൈ എക്സ്പ്രസ്സിലെ ദീപികയാവും. പിന്നെ സ്വപ്നത്തിൽ തങ്കവല്ലിയായി, പട്ടാളം പുരുഷുവായി, കാലകേയ സേനയായി ഒരേ ബഹളം. ഇന്നലെ എന്നെ ചവിട്ടി താഴെയിട്ടു, നടുവ് പിടിച്ചു മനുഷ്യ. ഇപ്പോൾ തോന്നുന്നു അവന് കൊടുത്ത ശിക്ഷ ഇത് വെച്ച് നോക്കുമ്പോൾ ചെറുതാണെന്ന്. അവനുള്ള പണിയെന്ന് പറയുന്നത് എൻ്റെ 2ാമത്തെ മരുമകൾ തന്നെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഴനി പോയി നേർച്ച നടത്തണം. പണി പാളി എന്ന മട്ടിൽ രേവതിയുടെ എക്സ്പ്രഷൻ കണ്ട് ഊറിച്ചിരിക്കുകയാണ് ദേവനാരായണൻ. ഇതാണ് പറയുന്നത്, ദൈവത്തിനോട് കളിക്കരുതെന്ന്. നിന്റെ ഒരു കള്ള നേർച്ച കിട്ടിയ പണിയാണിത്. ഇനി എന്ത് ചെയ്യാൻ? 21 ദിവസം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ആഴ്ച 1 ആവുന്നുള്ളൂ, ഇനിയുണ്ട് ദിവസം. അയ്യോ ദേവേട്ടൊന്ന് രക്ഷിക്കൂ, ഇല്ല ആ പെണ്ണെന്നെ കൊല്ലും. ഇനിയും സഹിക്കാൻ വയ്യ. പ്ലീസ് ദിവസം ഒന്ന് കുറക്കാൻ വല്ല മാർഗമുണ്ടോ? പ്ലീസ് പ്ലീസ്. ആ ശരി ശരി, താ വാ, നമുക്ക് ഇന്നലെ തീരുമാനം എടുക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് അവർ ബ്യൂട്ടിഫുൾ കപ്പിൾ അരങ്ങൊഴിഞ്ഞു. എല്ലാവരും പ്രാതൽ കഴിക്കാനായിരുന്നു. എല്ലാവരും വന്നു തോന്നിയപ്പോൾ രേവതിയെ പാടുന്നതുകൊണ്ട് ദേവനാരായണൻ പറഞ്ഞു. മോനെ ദാസ, ദച്ചുവിൻ്റെ കാര്യം ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഴനി പോയി നേർച്ചകൾ ചെയ്യണം. അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തേക്ക്. അച്ഛൻ പറയുന്ന കേട്ട് 100 വോൾട്ട് ബൾബ് പോലെ ദച്ച് തലയുയർത്തി നോക്കി. അച്ഛനാണ് അച്ഛാ, അച്ഛൻ. മൈൻഡ് വോയിസ്. ഇതിലും വലുത് വരാൻ കിടക്കുന്നേ ഉള്ളൂ മോനെ. മൈൻഡ് വോയിസ്. അച്ഛനെങ്കിലും എൻ്റെ അവസ്ഥ മനസ്സിലായല്ലോ. സന്തോഷമായി അച്ഛാ, സന്തോഷമായി. വെറുതെ തെറ്റിദ്ധരിക്കണ്ട മോനെ, എല്ലാ അച്ഛൻ്റെ സന്തോഷത്തിന് അമ്മയില്ലാത്തൊരു സുഖലടാ മോനെ, അതുകൊണ്ടാ. അല്ല അച്ഛാ, 20 ദിവസം എന്നല്ലേ പറഞ്ഞ്, ഇപ്പം എന്താ പെട്ടെന്ന്? ദാസയുടെ സംശയത്തോട് ചോദിച്ചു. ഇത് കേട്ട് ദച്ചു രേവതിയമ്മ ദാസനെ തുറച്ചു നോക്കി. ചേട്ടനാണ് പോലും ഏട്ടൻ, തിണ്ടി. ഓ ഇവൻ ഇന്ന് ഞാൻ. രേവതിയമ്മ. എന്നാൽ രേവതിയമ്മ അതിനുള്ള മറുപടി ഉടനെ കൊടുത്തു. മോളെ നവ്യ, ദാസനുള്ള പുഴുങ്ങിയ മുട്ട ക്യാൻസർ. അല്ല പിന്നെ രേവതിയമ്മയുടെ കളി. യോ എന്നാ മുട്ട അതും പോയോ? ദാസയുടെ സെഡായി. അത് ഈ രേവതി ചുമ്മാ പറഞ്ഞ 11 ദിവസത്തെ വെറുതെ ഉള്ളൂ. ദച്ചുവിനെ ശുണ്ടി പിടിപ്പിക്കാൻ പറഞ്ഞ നീ വേണ്ട ഏർപ്പാടെല്ലാം ചെയ്യേ. ഓ ഈ തള്ളി ഞാൻ. ദച്ചു മൈൻഡ് വോയിസിൽ തകർക്കുവാണ്. ശരി അച്ഛാ, ദേവനോട് ചോദിച്ചിട്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ദേവനാരായണൻ എഴുന്നേറ്റ് നടന്നു. ഇതേ സമയം രൂപ കണ്ണുകൊണ്ട് ലവ് നോട്ട്സ് അയക്കുകയാണ് ദച്ചു. രാവിലെ എഴുന്നേറ്റുള്ള മകൻ്റെ പ്രവൃത്തി കണ്ട് വായും പൊളിച്ച് നിൽക്കുവാണ് രാധാമണി. അല്ല പിന്നെ മകൻ ഈ വേഷത്തിൽ കാണേണ്ടി വരുന്ന കരുതിയതല്ല. കാലത്ത് എഴുന്നേറ്റ് നെറ്റിയിൽ ഭസ്മം കൊണ്ട് പട്ടയും ചെവിയിൽ പുഷ്പവും കയ്യിൽ പുസ്തകവുമായിരിക്കുന്ന കിച്ചുവിനെ കണ്ട അമ്മയല്ല ആരാണിത് ഞെട്ടിപ്പോവും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? നന്നായതാണ്. കിച്ചുവേട്ടാ എന്താ പറ്റിയേ? ഇന്നത്തെ വീഴ്ചയിൽ തലയൊടിയിൽ ഇടിച്ചോ? കസ്തൂരി താടിക്ക് കൈ കൊടുത്ത് ചോദിക്കുവാണ്. മോനെ കണ്ണ എന്തേലും ഒന്ന് മിണ്ടടാ, നിന്റെ മണ്ടത്തരം കേൾക്കാതെ നമുക്ക് പേടിയാവുക. അരവട്ടുള്ള മോന് മുഴുവട്ടായോന്ന് അറിയാനാ. കിച്ചു കണ്ണ. എവിടുന്ന്? അനക്കല്ല. എൻ്റെ രാധാമണി, നീ പേടിക്കണ്ട. നിന്റെ മോൻ നന്നാവുന്ന പേടിയൊന്നും എനിക്കില്ല. പിന്നെ ഈ കാണുന്നു ചെമ്മീൻ ചാടിയാ മുട്ടോളം, പിന്നെ ചാടിയാ ചട്ടിയോളം. ഇത് 3 ദിവസം പൂക്കുന്ന മുല്ലയാ. നീ ചായ എടുത്ത്. ഗോപാലകൃഷ്ണന് അടപടലം പുച്ഛം. അല്ലെങ്കിൽ ഒരു അച്ഛനേക്കാൾ മകനെ മറ്റാർക്കറിയാം. ഇത്രയും അപമാനിച്ചിട്ടും ഒരു കുലുക്കവുമില്ല. കിച്ചു നന്നാവൂ? കണ്ടറിയാം. എടി അന്നാമോ, ഞാൻ പറഞ്ഞ പോലെ നീ കേട്ടോ? റോഡരികിലൂടെ നടക്കുമ്പോൾ ജസ്റ്റ് അന്നമ്മയോട് ചോദിച്ചു. ഒന്ന് പോയാച്ചായ, കിച്ചു നന്നാവി. കാക്ക വെള്ളയാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. എന്നാ ഇത് രാവിലെ മനുഷ്യനെ ചിരിപ്പിക്കല്ലേ? എല്ലാവർക്കും അവനെ കുറിച്ച് നല്ല അഭിപ്രായം. ഇല്ലടി, അവൻ നന്നാവും, എനിക്ക് വിശ്വാസമുണ്ട്. നീ അത് വിട്. ചോദിച്ചതിന് മറുപടി പറ. പോരുന്ന എൻ്റെ കൂടെ. അപ്പൻ്റെ എസ്റ്റേറ്റിലെ തണുപ്പിൽ നെഞ്ചോട് ചേർത്ത് ചൂട് പകരാനും അപ്പൻ്റെ നാവിൽ നിന്ന് പാട്ട് കുർബാന കേൾക്കുമ്പോൾ പോട്ടെ അച്ചായ, നമുക്കിതൊക്കെ എന്തെന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാനും എനിക്കൊരു പെണ്ണിനെ വേണം. സമ്മതമാണ് ഈ ജന്മം എൻ്റെ കൂടെ കൂടി നശിക്കാൻ. കൊള്ളാം, നിന്റെ സത്യസന്ധത എനിക്കിഷ്ടമായി. ഇഷ്ടവും ബഹുമാനമൊക്കെയാണ് ജീവരക്ഷിച്ച ഈ വൈകള്ള അച്ചായനോട്. എന്നാൽ എന്താണ് ഒരു എന്നാൽ? നിനക്കുണ്ടോ കണ്ടീഷൻസ്? ഞാൻ വായി നോക്കാറില്ലെന്ന് പറയുന്നില്ല. എന്നാൽ നിന്നെ കണ്ട അന്ന് നിർത്തിയതാ ജസ്റ്റ് ആ പണി. പിന്നെ ജോലി. ആരുടെയും കീഴിൽ ഞാൻ ജോലിയില്ല. സ്വന്തം കാലം നിൽക്കാനാണ് ഇഷ്ടം. 4 തലമുറക്ക് ഉണ്ണാനും ഉറങ്ങാനുള്ള സ്വത്ത് എൻ്റെ കുടുംബത്തിനുണ്ട്. പക്ഷേ നിന്നെ ഞാൻ എൻ്റെ സ്വന്തം അധ്വാനത്തിൽ പോറ്റും. ഡാൻസ് എനിക്ക് പാഷനാണ്. ഒരു ഡാൻസ് സ്റ്റുഡിയോ തുടങ്ങാനുള്ള സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ദേവൻ്റെ കുഞ്ഞു വരുന്നവരല്ലേ. ജീവിതകാലം മുഴുവൻ നീ പറയുന്ന നല്ല കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കാം.
ഈ കണ്ണുകൾ സന്തോഷത്തിൽ നിറയുകയല്ലാതെ സങ്കടത്തിൽ നിറയില്ല. ഇതെൻ്റെ വാക്കാണ്. പറയാനാമോ, ഇഷ്ടമാണോ എന്നെ? എനിക്കറിയാം ഈ കണ്ടീഷൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. ഒരു കാര്യം മാത്രം, അപ്പച്ചനെ അമ്മച്ചയും വിഷമിപ്പിക്കരുത്. അത് മാത്രം മതി. എനിക്ക് ഇഷ്ടമാണ് ഈ ഇച്ഛായനെ. പക്ഷെ പ്രണയിച്ച് നടക്കാനൊന്നും എന്നെ കിട്ടില്ല. അപ്പനോട് വന്ന് അന്തസ്സായിട്ട് പെണ്ണി ചോദിക്കും. അതാണ് എനിക്ക് വേണ്ടത്. എന്നാൽ പോട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് അന്നാമ്മ നടന്നാകുന്നു. സന്തോഷത്തിൽ തുള്ളിച്ചാടുവാൻ ജസ്റ്റ്. ഈ സന്തോഷവും സ്നേഹവും എന്നും നിലനിൽക്കട്ടെ.